നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശൂർ ജില്ലയിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് ചന്ദ്രാപിന്നിയിൽ താമസിക്കുന്ന എലുവത്തിങ്കൽ ഫിൻഡോ ഫ്രാൻസിസിനെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹം ഒരു വൃക്കരോഗിയായ ചെറുപ്പക്കാരനാണ്. ഇദ്ദേഹത്തിന്റെ പ്രായം 36 വയസ്സാണ്. അപ്പനും അമ്മയും മരണപ്പെട്ടിട്ട് വർഷങ്ങളായി. ഏക സഹോദരിയാണ് ആകെ ആശ്രയം. അവരുടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവും 2 മക്കളുമൊത്ത് ജീവിക്കുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ, ഇരിഞ്ഞാലക്കുട രൂപതയിൽപ്പെട്ട പെരുമ്പടപ്പ് ചന്ദ്രാപിന്നി പള്ളികളുടെ വികാരിയച്ഛനാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് ചെറിയൊരു സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഇടവകയിൽ മുന്ന് താമസിച്ചിരുന്ന എലുവത്തിങ്കൽ ഫിൻഡോ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു കിഡ്നി പേഷ്യൻ്റാണ്. അപ്പോൾ അദ്ദേഹം താമസിക്കുന്നതൊക്കെ ഇപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലാണ്. അപ്പച്ചനമ്മച്ചിയൊക്കെ അദ്ദേഹത്തിന് മരിച്ചുപോയി. അപ്പോൾ പലരുടെയും സഹായത്താലാണ് ഈ രോഗത്തിൽ നിന്നൊക്കെ അതിൽ നിന്ന് മുക്തി നേടാനായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിയാവുന്ന സഹായങ്ങൾ ഇത് കാണുന്നവർ ഗുഡ്നസ് ടിവിയുടെ സമരിയ എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് ഇതിപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നവർ ദയവായി അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിലേക്ക് ഒരു കൈസഹായം സാമ്പത്തികമായി ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പത്താം ക്ലാസ് വരെ പഠിച്ച ഫിൻഡോ ഒരു ടൈൽസിന്റെ പണിക്കാരനായിരുന്നു. അസുഖത്തിനെ തുടർന്ന് പണിക്ക് പോകുവാൻ കഴിയാതെയായി. ഇപ്പോൾ മരുന്നിന് പോലും പണം കണ്ടെത്താൻ പറ്റാത്ത വിധം കടുത്ത ദാരിദ്ര്യത്തിലാണ്. ഫിൻഡോയുടെ പപ്പയും അമ്മയും ഇതേ അസുഖം കാരണമാണ് മരിച്ചത്. 1998 അമ്മയും 2015 അപ്പനും. ഇപ്പോൾ ഫിൻഡോയെയും അതേ രോഗം പിന്തുടർന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ TK ചന്ദ്രബാബു, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എൻ്റെ വാർഡിൽ, എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ 12-ാം വാർഡിൽ സ്ഥിരതാമസക്കാരനായിട്ടുള്ള ശ്രീ ഫിൻഡോ ഫ്രാൻസിസ് 2 വൃക്കകളും തകരാറിലായി ഏകദേശം 2 വർഷത്തോളമായി ഡയാലിസിസിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തിപ്പോരുന്നത്. നിരവധി പേരുടെ ചെറിയ ചെറിയ സഹായങ്ങൾ ഉണ്ട്. പഞ്ചായത്ത് തലത്തിലുള്ള പാലിയേറ്റീവ് പരിചരണം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചെറിയ തോതിൽ ഉണ്ടെങ്കിൽ പോലും നമുക്കെല്ലാവർക്കും അറിയാം, ഇത്രയും മാരകമായിട്ടുള്ള ഒരു അസുഖം ബാധിച്ചാൽ ചികിത്സയ്ക്ക് തന്നെ ഭീമമായിട്ടുള്ള പണം വേണം. നിർധനരായിട്ടുള്ള കുടുംബം ഫിൻഡോ ഫ്രാൻസിസിനെ സംബന്ധിച്ചിടത്തോളം അപ്പനും അമ്മയുമെല്ലാം നേരത്തെ മരണപ്പെട്ട് സഹോദരിയും ബന്ധുക്കളുടെയൊക്കെ തണലിലാണ് അദ്ദേഹം ഇപ്പോൾ സംരക്ഷണം നേടിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് അറിയാം, വളരെ പ്രയാസമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ലഭിക്കണം. നിങ്ങൾ ഓരോരുത്തരും അവരെ സഹായിക്കണം.
എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവായ്പ് ആ സഹോദരനുണ്ടാകട്ടെ. ഫിൻഡോയുടെ വീട് ആകെ പൊട്ടിപ്പൊളിഞ്ഞ് താമസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ആദ്യം പെങ്ങളുടെ വീട്ടിലാണ് നിന്നിരുന്നത്. ഇപ്പോൾ പിതൃസഹോദരിയുടെ വീട്ടിൽ താമസിച്ചാണ് ഡയാലിസിസ് ചെയ്തു വരുന്നത്. ആഴ്ചയിൽ 2 ഡയാലിസിസ് വീതം ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായി. ആഴ്ചയിൽ 4000 രൂപ വീതം അതിന് കണ്ടെത്തണം. എൻ്റെ പേര് ഫിൻഡോ ഫ്രാൻസിസ്. എൻ്റെ 2 കിഡ്നിയും തകരാറിലാണ്. ഞാൻ ആഴ്ചയിൽ 3 ഡയാലിസാണ് ചെയ്യുന്നത്. വീട്ടിലാരുമില്ല, അപ്പനമ്മയൊക്കെ മരിച്ചതാണ്. വീടിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണതാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സാമ്പത്തികമായി സഹായിക്കാൻ ആരുമില്ല. പിന്നെ കിഡ്നി ഇനി മാറ്റിവെക്കണം, അതിന് സാമ്പത്തികമായിട്ട് സഹായിക്കണം. എനിക്കിപ്പോൾ ഈ 3 കൊല്ലമായി ഈ അസുഖം തുടങ്ങിയിട്ട്. എനിക്കിപ്പോൾ 36 വയസ്സായി. ആഴ്ചയിൽ 3 ഡയാലിസാണ് ചെയ്യുന്നത്. വീട്ടിൽ ആരുമില്ല. അപ്പനും അമ്മയ്ക്കും വന്ന അതേ അസുഖം തനിക്കും വന്നതിനെ ഓർത്ത് ഈ യുവാവ് ദുഃഖിക്കുകയാണ്. നല്ല ചെറുപ്പത്തിൽ തന്നെ സ്വന്തമായി ഒരു തൊഴിൽ ചെയ്ത് കുടുംബം പോറ്റുവാൻ തുനിഞ്ഞ ഫിൻഡോയെ മാതാപിതാക്കളുടെ നിര്യാണം തളർത്തിക്കളഞ്ഞ അതേ സമയത്ത് തന്നെ തന്നെയും അതേ അസുഖം പിടികൂടിയതോടുകൂടി പ്രതീക്ഷ നഷ്ടപ്പെട്ട പോലെ നിരാശയിൽ ആണ്ടുപോവുകയായിരുന്നു. സഹായിക്കുവാനുള്ള ഏക സഹോദരിയും വിവാഹിതയാണ്. എന്നാലും അവരുടെ സാന്നിധ്യം ഡയാലിസിസിന് പോകുമ്പോൾ ഉണ്ടാകാറുണ്ടെന്ന് ഫിൻഡോ പറഞ്ഞു. ഞാൻ 10ാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ ടൈൽസിൻ്റെ വർക്കാണ് ചെയ്തിരുന്നത്. പെട്ടെന്നാണ് വയ്യാണ്ടായത്. ആകെ ഒരു പെങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് ബന്ധുക്കളെ വീട്ടിൽ ആണ് നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഡയാലിസിസ് ചെയ്തു പോകുന്നത്. ഇനി കിഡ്നി മാറ്റിവെക്കണം. സഹായിക്കാനും ഇതിനൊന്നും ആരുമില്ല. ഞാൻ ആദ്യം ഈ അപേക്ഷ ഇതിലേക്ക് അയക്കുമ്പോൾ പെങ്ങളെ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. പിന്നെ ഡയാലിസ് അവിടെ നിന്ന് കുറേ ദൂരമുള്ളത് കാരണം അപ്പൻ്റെ പെങ്ങളെ വീട്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ, ആൻറ്റിയുടെ വീട്ടിൽ. പിന്നെ മാസത്തിൽ മരുന്ന് വാങ്ങാൻ തന്നെ 3000-4000 രൂപ മേലെ വേണം. അതുപോലും വാങ്ങാൻ പറ്റാറില്ല. അപ്പം എല്ലാവരുടെ സഹായം എന്നെ സഹായിക്കണം. രോഗാവസ്ഥയിലുള്ള തനിക്ക് കയറിക്കിടക്കുവാൻ ആകെയുണ്ടായിരുന്ന തറവാടിൻ്റെ ഇന്നത്തെ അവസ്ഥയോർത്ത് വിഷമിക്കുകയാണ് ഈ യുവാവ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ കഴിയണം എന്ന് ആഗ്രഹിക്കുവാൻ മാത്രം പറ്റുന്ന ഒരു സ്ഥിതി. സാമ്പത്തിക വരുമാനം ഒന്നും ഇല്ലാതെ കഴിയേണ്ടുന്ന അവസ്ഥ. എന്നാലും നല്ലവരായ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായം കൊണ്ട് ഇതുവരെ പിടിച്ചു നിന്നു എന്നു മാത്രം. ഇപ്പോൾ വൃക്ക മാറ്റിവെക്കണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പേര് ടിൻഡു. ഞാൻ ഫിൻഡോൻ്റെ സഹോദരിയാണ്. ഫിൻഡോനിപ്പോൾ 2 വർഷമായി ഡയാലിസിസ് പേഷ്യൻ്റാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ അമ്മ മരിച്ചു, പപ്പയും മരിച്ചു. ഇപ്പോൾ 2 വർഷമായി ഞങ്ങൾ ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാമ്പത്തിക ശേഷി കുറവാണ്. അപ്പോൾ ഞങ്ങളുടെ അവസ്ഥയിൽ അവർ നിങ്ങൾ കണ്ടല്ലോ.
ഞങ്ങളുടെ അവസ്ഥ കണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മരുന്നിന് പോലും നിവൃത്തിയില്ലാത്ത ഈ അവസ്ഥയിൽ ട്രാൻസ്പ്ലാന്റേഷൻ എങ്ങനെ നടക്കാനാണ്? എന്നാലും പ്രത്യാശയോടുകൂടി തന്നെയാണ് സമരിയനെ സമീപിച്ചിരിക്കുന്നത്. നല്ലവരായ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ ഇവരെ സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് ഫിൻഡോയും സഹോദരിയും. ഇവരുടെ ഈ അപേക്ഷ സുമനസ്സുകളായ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർക്ക് മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നിങ്ങൾ നൽകി വരുന്ന അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ തന്നെയാണ് ശമരിയൻ പ്രോഗ്രാമിൻ്റെ ഊർജവും. അതിന് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഗുഡ്നസ് പ്രേക്ഷകരെ, എൻ്റെ പേര് ജെയിംസ്. ഫിൻഡോ എന്ന രോഗിയുടെ ബന്ധു കൂടിയാണ്, അയൽവാസിയാണ്. മറ്റു വ്യക്തികൾ പറഞ്ഞതുപോലെ തന്നെ ഫിൻഡോ ഒരു കിഡ്നി പേഷ്യൻ്റാണ്. 2 കിഡ്നിയും തകരാറിലായി ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ഫിൻഡോൻ്റേത്. 1998 അമ്മയും 2015 അപ്പനും മരണപ്പെട്ടു. മുന്നോട്ടുള്ള ജീവിതം വളരെ കഷ്ടപ്പെട്ടതായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ കിഡ്നി പേഷ്യൻ്റ് കൂടി ആയത്. മുന്നോട്ടുള്ള ജീവിതം വളരെ പ്രയാസത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി കിഡ്നി മാറ്റിവെക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഇനി ചെയ്യാനുള്ളത്. അതിന് വളരെ വലിയ സാമ്പത്തിക ചെലവ് വരും. ഞങ്ങളോ ഞങ്ങളുടെ കുടുംബക്കാർക്കോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്കോ ഒന്നും അത്ര വലിയ സാമ്പത്തികമുള്ളവരല്ല. പെങ്ങളും വലിയ സാമ്പത്തികമുള്ള വീട്ടിലേക്കല്ല വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം കാണുന്ന ഓരോ പ്രേക്ഷകരും നിങ്ങളുടെ മനസ്സിനൊത്ത വിധം ആ ഫിൻഡോ എന്ന വ്യക്തിയെ സഹായിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകരെ, നിങ്ങളുടെ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഈ വ്യക്തിയെ ഓർക്കുകയും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്യുവാനും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഈ യുവാവിൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ നല്ല മനസ്സുകൾ നൽകുന്ന പ്രകാശം തന്നെ എന്നും മങ്ങാതെ നിൽക്കുവാൻ നമുക്ക് നിത്യപ്രകാശമായ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയും പ്രവൃത്തിയും സമ്മേളിക്കുന്ന ശമരിയൻ്റെ അഭംഗുരം തുടരുന്ന ഈ യാത്രയിൽ വഴികാട്ടുന്ന നിങ്ങളുടെ സ്നേഹപ്രകാശകിരണങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായി എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ സസ്നേഹം, ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ വിസ്മയ എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. വിസ്മയാണ് എൻ്റെ അടുത്ത ഇടതുവശത്തായിട്ട് നിൽക്കുന്നത്. 28 വയസ്സുള്ള ഒരു യുവതിയാണ്. കല്യാണം കഴിഞ്ഞ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും അവർക്കുണ്ട്. അവർ വർഷങ്ങളായിട്ട് കിഡ്നി രോഗബാധിതയായിരുന്നു. 7 മാസം മുൻപ് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുകയുണ്ടായി. കോഴിക്കോട് ഇക്ര എന്ന ഹോസ്പിറ്റലിൽ വെച്ചാണ് നടന്നത്. അതിനുശേഷമുള്ള തുടർ ചികിത്സയിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കിഡ്നി മാറ്റിവെച്ചതുകൊണ്ട് മാത്രം ആ ചികിത്സാ രീതി തീരുന്നില്ല. തുടർന്നും
മരുന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അങ്ങനെ ഒത്തിരി പണച്ചെലവുള്ള ഒരു കാലഘട്ടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്. അവരുടെ ഭർത്താവിന് ഒരു ചെറിയ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ ഒരു നന്നാക്കുന്ന പണിയൊക്കെയാണുള്ളത്. അങ്ങനെയുള്ള അവസരത്തിലാണ് ഗുഡ്നസ് ടി വി വിസ്മയെക്കുറിച്ച് അറിയുവാനും അവരുടെ കാര്യം ഗുഡ്നസ് ടി വിയിലൂടെ പരിചയപ്പെടുത്തുവാനുമായിട്ടിടയായത്. ആ അവസരത്തിൽ ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സഹകരിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് 1,15,000 രൂപ സമാഹരിക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചു. അത് ഇപ്പോഴും വിസ്മയ്ക്ക് കൈമാറുകയാണ്. നിങ്ങളെല്ലാവരുടെയും പേരിൽ നിങ്ങളെല്ലാവരെയും ഓർത്തുകൊണ്ട് ഈ തുക വിസ്മയുടെ തുടർന്നുള്ള ചികിത്സാ സഹായ നിധിയിലേക്ക് ഞാൻ കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. നിങ്ങളെല്ലാവരും വളരെ ഉദാരമായിട്ട് സഹകരിച്ചതിൻ്റെയും സഹായിച്ചതിൻ്റെയും ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക വിസ്മയ്ക്ക് തുടർ ചികിത്സയ്ക്കായിട്ട് കൊടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചത്. ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവുമൊക്കെ നൽകി അനുഗ്രഹിച്ചതുകൊണ്ടാണ് നമുക്കിത് സാധിക്കുന്നത് എന്ന കാര്യം ഈ അവസരത്തിൽ നന്ദിയോടെ നമുക്ക് ഓർക്കാം. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും രോഗങ്ങളിൽ നിന്ന് വിടുതൽ നൽകിയതിനുമെല്ലാം ദൈവത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി പറയാം. വിസ്മയെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഇനിയും നമ്മുടെ പ്രാർത്ഥനയിൽ വിസ്മയം ഉണ്ടായിരിക്കട്ടെ. എത്രയും പെട്ടെന്ന് രോഗത്തിൻ്റെതായിട്ടുള്ള എല്ലാ ചികിത്സയും അവസാനിപ്പിക്കുന്നതിനും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കടന്നു വരുന്നതിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് തുടർന്ന് ഈ വിസ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സഹായിക്കുന്നതിനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ ഇനിയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ പങ്കുചേരുന്നതിനുള്ള എല്ലാ അനുഗ്രഹവും കൃപയും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ നല്ല മനസ്സിന് ദൈവം പ്രതിഫലം നൽകട്ടെ. നിങ്ങളെല്ലാവരും സാധാരണക്കാരും അതിലും താഴെയുള്ള മനുഷ്യരാണ് എന്നെനിക്കറിയാം. കാരണം പലരും ഫോൺ വിളിക്കുമ്പോൾ അവരുടെ ജീവിതാവസ്ഥയെക്കുറിച്ചൊക്കെ എന്നോട് പറയാറുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും അനുദിനം കൂലിപ്പണിക്ക് പോകുന്ന ആളുകളുമൊക്കെയാണ് ഭൂരിഭാഗം പേരും. അവരവരുടെ നിസ്സാരമായിട്ടുള്ള തുക സംഭാവന ചെയ്തു. നമ്മളൊന്ന് ഓർത്ത് നോക്കി, അപ്പോൾ എന്തുമാത്രം പേര് സഹകരിച്ചിട്ടാണ് ഇത്രയും തുക നമുക്ക് സമാഹരിക്കുന്നതിനായിട്ട് സാധിച്ചതേ എന്ന്. നിങ്ങളെല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഗുഡ്നസ് ടി വിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായം ചെയ്ത എല്ലാ ഗുഡ്നസ് ടി വിയുടെ നല്ലവരായ പ്രേക്ഷകർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു.